ഈ ഒക്ടോബറിൽ ക്വാലാലംപൂരിൽ നടക്കാനിരിക്കുന്ന ആസിയാൻ നേതാക്കളുടെ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കില്ലെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള രണ്ട് പ്രാദേശിക സ്രോതസ്സുകൾ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതായി ഈ വിഷയത്തെ കണക്കാക്കുന്നുമുണ്ട്. വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് സാധിച്ചേക്കുമെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ഒക്ടോബർ 26 മുതൽ 28 വരെ ക്വാലാലംപൂരിൽ നടക്കുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഷീയും ട്രംപും പങ്കെടുക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഈ മാസം പറഞ്ഞിരുന്നു. ഇതോടെ അസ്വസ്ഥമായ വ്യാപാര ഉടമ്പടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ട്രംപും ഷീയും ട്രംപിന്റെ രണ്ടാം ടേമിലെ ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് വിശകലന വിദഗ്ധർ അനുമാനിച്ചു. മെയ് മാസത്തിൽ ഗൾഫ് നേതാക്കളുമായി മറ്റൊരു ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ് ഒക്ടോബറിൽ നടക്കുന്ന യോഗത്തിൽ ചൈനയെ പ്രതിനിധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രണ്ട് പ്രാദേശിക വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 അംഗ കൂട്ടായ്മയുടെ നിലവിലെ ചെയർമാനായ അൻവറിന്റെ ഓഫീസ് മലേഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ഷീ ജിൻപിങ്ങിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ ഉടൻ പ്രതികരിച്ചില്ല. ചൈന ആസിയാൻ ബന്ധങ്ങൾക്കും കിഴക്കൻ ഏഷ്യൻ സഹകരണത്തിനും ചൈന എപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രത്യേക ചോദ്യത്തിന് നൽകാൻ ഞങ്ങളുടെ പക്കൽ ഒരു വിവരവുമില്ല, ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കഴിഞ്ഞ മാസം ട്രംപ് അമേരിക്കൻ നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചതായി അൻവർ മലേഷ്യൻ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചാൽ വർഷാവസാനത്തിനു മുൻപ് താൻ ഷീ ജിൻപിങ്ങിനെ കാണുമെന്ന് ഈ മാസം ആദ്യം ട്രംപ് പറഞ്ഞിരുന്നു. നമ്മൾ ഒരു കരാറിലേക്ക് വളരെ അടുത്തു വരികയാണെന്നും കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ സമയത്ത് ഏഷ്യയിൽ ഒരു ശരത്കാല കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ഇരു പ്രസിഡന്റുമാരുടെയും സഹായികൾ ചർച്ച ചെയ്തതായി റോയിട്ടേഴ്സ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2019 വിയറ്റ്നാമീസ് തലസ്ഥാനമായ ഹനോയിയിൽ ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കുള്ള ട്രംപിന്റെ ആദ്യ യാത്രയായിരിക്കും വാർഷിക ആസിയാൻ ഉച്ചകോടി. അപ്പെക് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനീസ് പ്രസിഡന്റുമാർ ആസിയാൻ ഉച്ചകോടികളിൽ പങ്കെടുക്കുന്നത് അപൂർവമാണ്. 2012 അധികാരത്തിലെത്തിയതിനു ശേഷം ഷീ 2021 പ്രത്യേക ഉച്ചകോടിയിൽ മാത്രമാണ് പങ്കെടുത്തത്. US പ്രസിഡന്റുമാരുടെ പങ്കാളിത്തവും അസാധാരണമാണ്. ട്രംപ് 2017 പങ്കെടുത്തു. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ 2021 ഷീയുമായി വിദൂരമായി ചേർന്നു. അടുത്ത വർഷം കംബോഡിയയിൽ നടന്ന ഉച്ചകോടിയിൽ ബൈഡൻ നേരിട്ട് പങ്കെടുത്തു. ആസിയാനിലെ ഇതുവരെയുള്ള ലോക നേതാക്കളുടെ ഏറ്റവും വലുതും ഉന്നതവുമായ ഒത്തുചേരൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ വാർഷിക ഉച്ചകോടി നടക്കുന്നതെന്ന് അൻവർ പറഞ്ഞു. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡ സിൽവയും ദക്ഷിണാഫ്രിക്കയുടെ സിറിൽ റമാഫോസയും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാപാര അസന്തുലിതാവസ്ഥ, വിപണി പ്രവേശനം, അപൂർവ ഭൂമി നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിന്റെ വാഷിംഗ്ടണും ബീജിംഗും കഴിഞ്ഞയാഴ്ച 90 ദിവസത്തേക്ക് കൂടി താരിഫ് കരാർ നീട്ടി. പരസ്പരം സാധനങ്ങളുടെ 3 അക്ക തീരുവ ഒഴിവാക്കി. ട്രംപിന്റെ ആഗോള താരിഫ് ആക്രമണം തെക്കുകിഴക്കൻ ഏഷ്യയെ പിടിച്ചുകുലുക്കി. കയറ്റുമതിയെയും ഉൽപാദനത്തെയും വളരെയധികം ആശ്രയിക്കുന്നതും ചൈനയിൽ നിന്നുള്ള വിതരണ ശൃംഖലയിലെ മാറ്റങ്ങൾ പല മേഖലകളിലും ഉത്തേജിതവുമായ ഒരു മേഖലയാണിത്. ചൈനീസ് സാധനങ്ങൾ US ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നതിന്റെ പ്രാദേശിക രാജ്യങ്ങൾക്ക് വൈറ്റ് ഹൌസ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഈ മാസം ആദ്യം പ്രധാന തെക്കുകിഴക്കൻ ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളുടെ കയറ്റുമതിയിൽ വാഷിംഗ്ടൺ ഏകദേശം 19% തീരുവ പ്രഖ്യാപിച്ചു. ഇത് മുൻപ് ഭീഷണിപ്പെടുത്തിയതിനേക്കാൾ വളരെ കുറവാണ്. അതേസമയം വാഷിംഗ്ടണും ബീജിംഗും അടുത്തിടെ 90 ദിവസത്തേക്ക് കൂടി താരിഫ് ഉടമ്പടി നീട്ടി. വ്യാപാര അസന്തുലിതാവസ്ഥ, വിപണി പ്രവേശനം, അപൂർവ ഭൂമി കയറ്റുമതി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിൽ പുതിയ തീരുവകൾ തടയുകയും ചെയ്തു. കയറ്റുമതിയെയും ഉൽപാദനത്തെയും വളരെയധികം ആശ്രയിക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ US ആഗോള താരിഫ് തന്ത്രം ബാധിച്ചു. എന്നിരുന്നാലും ചുമത്തിയ ഏറ്റവും പുതിയ തീരുവകൾ തുടക്കത്തിൽ ഭീഷണിപ്പെടുത്തിയതിനേക്കാൾ വളരെ കുറവായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.